ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ശീതകാല പച്ചക്കറികളെ കുറിച്ചുള്ളതാണ്. ശീതകാല പച്ചക്കറികളൊക്കെ തന്നെ നടേണ്ട സമയമായി കഴിഞ്ഞു. ശീതകാല പച്ചക്കറികൾ എന്ന് പറയുന്നത് ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, ചതുരപ്പയർ എന്നിവയാണ്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്യാബേജ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് വിത്ത് മുളപ്പിച്ച് നടാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ തൈകളാണ് നടുന്നത്. നന്നായിട്ട് ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ ഈ ശീതകാല പച്ചക്കറികളൊക്കെ തന്നെ നടാനായിട്ട്. അപ്പോൾ ഞാൻ ക്യാബേജാണ് നടുന്നത്. അപ്പോൾ ക്യാബേജ് നടാനായിട്ട് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൽ അടിവളമായി ഞാൻ കോഴി വളമാണ് ചേർത്തിരിക്കുന്നത്. കൂടാതെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്കാണ് ഞാൻ ഈ ക്യാബേജ് ചെടികളൊക്കെ തന്നെ നട്ടു കൊടുക്കാൻ പോകുന്നത്. ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് വളരെ സാവധാനം നമുക്ക് ആ തൈകളൊക്കെ തന്നെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേരുകളൊന്നും പൊട്ടാതെ മണ്ണിൽ നേരിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ചുറ്റാക്കിയെല്ലാം മണ്ണിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പുതിയ ചെടികളൊക്കെ തന്നെ നടുമ്പോൾ നമ്മൾ കഴിവതും വൈകുന്നേരങ്ങളിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മൊത്തം 5 തൈകളാണ് വാങ്ങിയിട്ടുള്ളത്. അതിന് ഓരോന്നായിട്ട് ഇതുപോലെ ഒരുക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കുകയാണ്. ക്യാബേജ് ചെടികളാണ് ഈ നട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാബേജിൻ്റെ തൈകൾ കൂടാതെ വിത്തുകളും ഒക്കെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് നമുക്ക് ചെറിയ പോട്രയിലൊക്കെ ഇട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്യാബേജ് ചെടികളെ നട്ടുകൊടുക്കാം. ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി വരാനും അതിന് രോഗാണുബാധയൊന്നും ഉണ്ടാകാണ്ടിരിക്കാനും നമുക്കതിൻ്റെ ചുവട്ടിൽ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ചെടികളൊക്കെ തന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ മൂട്ടിലൊരു പൊതയിലിട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണിൽ ഈർപ്പം നിലനിർത്താനും കൂടാതെ മണ്ണ് ഒത്തിരി ഡ്രൈ ആയി പോകാതെ നോക്കാനും ചെടിയുടെ മൂട്ടിൽ എപ്പോഴും ഒരു തണുപ്പ് കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്കൊരു 10 ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ ചെടിയുടെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ചാണകപ്പൊടി, ആട്ടിൻ വളം കൂടാതെ കമ്പോസ്റ്റ് ഒക്കെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ചെടികളെ കീടാക്രമണം തടയാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടിയുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലൂടെ കീടനിയന്ത്രണം സാധ്യമാകും. ഇനി നടാൻ പോകുന്നതെന്ന് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും ആണ്. അതിൻ്റെ വിത്തുകളാണ് നടുന്നത്. അപ്പോൾ വിത്തുകൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നാൽ മാത്രമേ ഇതെല്ലാം തന്നെ മുളച്ചു വരികയുള്ളൂ. ഒത്തിരി ആഴത്തിലൊന്നും ഇതിൻ്റെ വേരുകളൊന്നും തന്നെ പോകുന്നതല്ല. അപ്പോൾ ഒത്തിരി വലിയ കണ്ടെയ്നറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ മണ്ണെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കോഴിവളമാണ് ഇതിൽ അടിവളമായി ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കം കിട്ടാനായിട്ട് നമുക്ക് മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറ് ചേർക്കാം. ഇല്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിനും എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഇത് നനയാത്ത മണ്ണായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അതിനെ നനച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വിത്തുകളൊക്കെ തന്നെ ഒത്തിരി ചെറുതാണ്. അതെല്ലാം തന്നെ ചിലപ്പം വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം തന്നെ മീതെ വരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നനച്ചെടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റിൻ്റെ വിത്തുകളാണ്. ജീരകം പോലെ ഇരിക്കുന്ന വിത്തുകളാണ് ഇതൊക്കെ തന്നെയും. ഇപ്പോൾ മണ്ണിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്കാണ് ഞാൻ നടാൻ വേണ്ടി പോകുന്നത്. ഹൈബ്രിഡ് വിത്തുകളാണ് ഞാൻ ഈ വാങ്ങിയിരിക്കുന്നത്. സാധാ വിത്തുകളൊക്കെ തന്നെ വാങ്ങി നട്ടിട്ട് അതൊന്നും തന്നെ മുളച്ചില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഹൈബ്രിഡ് വിത്തുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ വിത്തുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിത്തുകളും തന്നെ നമുക്ക് മണ്ണിലിങ്ങനെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കിഴങ്ങ് മാത്രമല്ല നമുക്കതിൻ്റെ ഇലകളൊക്കെ തന്നെ ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ മുളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്യാരറ്റിൻ്റെ കിഴങ്ങും എടുക്കാം. അതുപോലെ തന്നെ ഇലകളും കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ വിത്തുകളും നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതിയിൽ ഒന്നീ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇളക്കമുള്ള മണൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മീതിയെ കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി കട്ടിക്കിടൽ ഇത് ചെറിയൊരു വിത്താണ്. അത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റിൻ്റെ വിത്തുകളൊക്കെ തന്നെ നട്ട് കഴിഞ്ഞ ശേഷം നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു സ്പ്രേയർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഗ്ഗൊക്കെ വെച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തുകളൊക്കെ തന്നെ മീതിയിൽ പൊങ്ങി വരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പ്രേയർ ഉപയോഗിച്ച് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി. ഇനി കുറച്ച് വിത്തുകളൊക്കെ തന്നെ ചെറിയ പോട്രേ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ. അപ്പോൾ അതിൽ കുറച്ച് മണ്ണ്, ഇത് സെയിം മണ്ണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ മുളച്ച് വരാനായിട്ട്. ഇതെല്ലാം മുളച്ച് വന്നതിന് ശേഷം കുറച്ചുകൂടെ വലിയ കണ്ടെയ്നറിലോട്ട് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ്. ഇനി നടാൻ പോകുന്നതെന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ വിത്തുകളാണ്. പാലക് ചീരയുടെ വിത്തുകളൊക്കെ പോലെയാണ് ഇതിൻ്റെ വിത്ത് ഇരിക്കുന്നത്.
ഇനി ഈ ബീറ്റ്റൂട്ടിൻ്റെ വിത്തുകളൊക്കെ തന്നെ നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ക്യാരറ്റിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ വേരുകളൊന്നും അധികം ആഴത്തിൽ വളരുന്ന ഒന്നല്ല. അപ്പോൾ നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കിഴങ്ങ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ക്യാരറ്റിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ നമുക്ക് കിഴങ്ങും എടുക്കാം, ഇലകളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മണ്ണ് ചെറുതായിട്ടൊന്ന് വകഞ്ഞതിന് ശേഷം അതിലോട്ട് നമുക്ക് വിത്തുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചകിരിച്ചോറോ അല്ലെങ്കിൽ ഇളക്കമുള്ള മണലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒത്തിരി കട്ടിക്കൊന്നും നമ്മൾ മണ്ണിടാൻ പാടില്ല, ചെറുതായിട്ട് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് ചെറിയൊരു വിത്തായതുകൊണ്ട് ഇത് മുളച്ച് വരേണ്ടതാണ്. ചകിരിച്ചോറുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചെറിയ നനവ് മതി ഇതെല്ലാം തന്നെ മുളച്ച് വരാനായിട്ട്. ഇതെല്ലാം തന്നെ മുളച്ച് വന്നതിന് ശേഷം നമുക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരാനും നല്ല കരുത്തോടു കൂടി വളരുവാനും സഹായകമാണ്. ഈ ചെടികളുടെ ജലസേചനം എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒത്തിരി വെള്ളം കെട്ടി നിൽക്കാനൊന്നും പാടില്ല. നമ്മൾ നടുന്ന കണ്ടെയ്നറിൽ നിറയെ ഹോൾസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുകയും വേണം. ചെടി നന്നായിട്ട് വളർന്നു വരുമ്പോൾ നമുക്കിതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ജൈവ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ശീതകാല പച്ചക്കറിയായ ചതുരപ്പയറാണ്. ഇത് 2 വെറൈറ്റി ഉണ്ട്, പച്ചയുണ്ട്, ചുവപ്പും ഉണ്ട്. പ്രകൃതിയിലെ ഇറച്ചി എന്നറിയപ്പെടുന്ന ഈ പച്ചക്കറിയുടെ ഇലകളും കായ്കളും വേരും ഒക്കെ തന്നെ ഭക്ഷ്യയോഗ്യമാണ്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എനിക്കൊരു ലൈക്ക് തരിക. അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ചതുരപ്പയർ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. ഇനി ചെറിയൊരു വിളവെടുപ്പ് കൂടിയാണ്. അപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് തന്നെ വിളഞ്ഞ് നിൽപ്പുണ്ട്, അതും കൂടി ഇന്ന് വിളവെടുക്കുകയാണ്. അത്യാവശ്യം വലിയ വെള്ളരിക്ക തന്നെയാണ്. ഇനിയെന്ന് പറയുന്നത് വെണ്ടയ്ക്കയുടെ വിളവെടുപ്പാണ്. ഇതൊരു സാധാ വെണ്ടയാണ്, നല്ല പച്ച കളറിലുള്ള വെണ്ടയ്ക്കയാണ്. ഇതെന്ന് പറയുന്നത് പാവയ്ക്കയാണ്. ഇനിയെന്ന് പറയുന്നത് കോവയ്ക്കയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. കോവയ്ക്ക ഒത്തിരി തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്, എന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോവയ്ക്ക നിൽപ്പുണ്ട്. പച്ചയിൽ വെള്ള വരകളുള്ള ഒരു കോവയ്ക്കയാണിത്. ഇത് താഴെ ചാക്കിലാണ് ഒന്ന് നട്ടിരിക്കുന്നത്. അതിൻ്റെ വള്ളികളൊക്കെ തന്നെ പടർന്ന് ഇങ്ങനെ 2ാമത്തെ നില വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇലയ്ക്കും ഓരോ കായുന്ന രീതിയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അധികം കീടശല്യമൊന്നും തന്നെ ഇതിനില്ല. അപ്പോൾ നിറച്ച് കായ്ക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു കോവയ്ക്കയുടെ തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേന ഒരു തോരത്തിനുള്ള ഇത് കിട്ടുന്നതാണ്. ഇത് തക്കാളി വഴുതനങ്ങയാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് ഞാൻ ഒരു ചാക്കിലാണ് താഴെ വെച്ചിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് എന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. പാഷൻ ഫ്രൂട്ട് നമുക്ക് ഡെയിലി പറിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും തന്നെയുണ്ട്. അപ്പോൾ വളരെയധികം സ്വാദിഷ്ടവും വളരെ ഗുണഗണങ്ങളൊക്കെയുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലൊരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ട് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇത് ചെറിയ ടൈപ്പിലുള്ള വെള്ളരിക്കയാണ്. ചെറിയ കണിവെള്ളരി പോലത്തെ വെള്ളരിക്കയാണ് അത് നമുക്ക് ചെടിയിൽ നിറച്ച് തന്നെ ഉണ്ടായി കിട്ടുന്ന ഒന്നാണ്. ഇതെന്ന് പറഞ്ഞിട്ട് പഴുത്ത പാവയ്ക്കയാണ്, അതും കൂടി വിളവെടുക്കുകയാണ്. ഇനി ഒരല്പം ചുവന്ന ചീരയാണ്. നമുക്ക് ഓണത്തിന് വിളവെടുത്തതിന് ശേഷം അത് തിളുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും തന്നെ വിളവെടുക്കുകയാണ്. ചുവന്ന കളറിലുള്ള ചീര വെച്ചുണ്ടാക്കുന്ന തോരൻ എന്ന് പറഞ്ഞാൽ വളരെ രുചികരമാണ്. നമ്മൾ ചോറിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചോറിലെല്ലാം തന്നെ ചുവപ്പായി മാറുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ചുവന്ന കളറിലുള്ള ചീരയാണ്. ചുവന്ന കളറിലുള്ള ചീര വളർത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. എനിക്ക് കുറച്ച് അധികം കെയർ വേണ്ട പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോഴൊക്കെ തന്നെ നന്നായിട്ട് വളർന്നുകൊള്ളും. പച്ചയും ചുവപ്പും കൂടി ഇടകലർത്തി നടുമ്പോൾ അധികം കീടശല്യമില്ല, എന്നാലും കീടശല്യം കൂടുതലുള്ളതെന്നുള്ള ചുവപ്പാണ്. പച്ച കളറിലെ ചീരയാണെങ്കിൽ നിറച്ചുണ്ടാകുന്നതാണ്. അതിന് യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യം തന്നെയില്ല. ഇതെന്ന് പറയുന്നത് വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരി നമ്മൾ പറിച്ചെടുക്കും തോറും നിറച്ചുണ്ടായി വരുന്നതാണ്. ഇതൊരു ചെറിയ കണ്ടെയ്നറിലാണ് നട്ടിരിക്കുന്നത്. നിറച്ച് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇത് പച്ച കാന്താരിയുടെ അത്രയും എരിവില്ല. നമുക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്നെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു 2-3 തക്കാളിയും കൂടി വിളവെടുക്കാം. ചെറുതായിട്ട് കളർ അടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ചെടിയിൽ നിന്ന് നന്നായിട്ട് പഴുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല മധുരമാണ്. ഒരു 3-4 തക്കാളി ചുവടൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. വെള്ളരിക്ക, വെണ്ടയ്ക്ക, തക്കാളി, കോവയ്ക്ക,
വെള്ളക്കാന്താരി, പാഷൻ ഫ്രൂട്ട്, പാവയ്ക്ക, കണിവെള്ളരി, അതുകൂടാതെ തക്കാളി വഴുതനങ്ങ, പിന്നെ ചുവന്ന കളറുള്ള ചീര, പിന്നെ കുറച്ച് ഊളം താമരയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ചുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ തന്നെ നടാൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായും ഒന്നെങ്കിലും നട്ടുപിടിപ്പിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്